ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടാ മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലടാ. പക്ഷെ ഇപ്പൊ സംഭവിച്ച കച്ചം കണ്ടില്ലേ? കൊലപാതക കുറ്റത്തിന്റെ പേരിൽ കോടതിയിൽ ഹാജരാക്കുന്ന 2 പേർക്ക് കോടതി ജാമ്യം നിഷേധിക്കുന്നത് സാധാരണ സംഭവമല്ലേ? ഇപ്പൊ നടക്കുന്ന ഭൂരിഭാഗം അങ്ങനെ തന്നെയല്ലേ? അതിന് വെറുതെ ചന്ദ്രശേഖരനെ ചെറിയച്ഛനെ ഞാൻ വെറുതെ സംശയിച്ചല്ല അച്ഛാ. കൃത്യമായ പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അഡ്വക്കേറ്റിന്റെ പെരുമാറ്റം, പിന്നെ കേസ് അന്വേഷിക്കാൻ വന്ന CI ഒറ്റയടിക്ക് ചെറിയച്ഛന്റെ ആളുകളെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നിർത്തു സൂര്യ, വരുണിനോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാ. എനിക്ക് മുമ്പ് വരുണിനെ അന്ധമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന അച്ഛനല്ലേ? പക്ഷെ ഈ കേസിന്റെ കാര്യത്തിൽ അച്ഛന്റെ നിലപാട് കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാനോളം പ്രതീക്ഷകൾ കൊണ്ടുനടന്നിട്ട് അത് തകർന്നു പോകുമ്പോൾ ഒരച്ഛന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. അച്ഛ, വരുണിനെ നമുക്ക് രക്ഷിക്കണം. നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണണം. വരുണിന്റെ മോചനത്തിനെ കുറിച്ച് അയാളോട് സംസാരിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവന് കിട്ടട്ടെ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അച്ഛ, ചെയ്യാത്ത തെറ്റിനവൻ ജയിലിൽ കിടക്കണ്ടേ? വരുണിന്റെ കേസിന്റെ കാര്യത്തിൽ മാറി നിൽക്കാൻ ഞാൻ ചെറിയച്ചോട് ആവശ്യപ്പെടാം. സൂര്യ, കൃത്യമായ തെളിവില്ലാതെ ഒന്നും ചെയ്യരുത്. സ്വന്തം മകനായ ഗൗതമിന് കൊടുക്കാത്ത പരിഗണനയാ ചന്ദ്രശേഖരൻ അവന് കൊടുക്കുന്നത്. ഇതാണ് അച്ഛന്റെ കുഴപ്പം. ഒരാളെയും അച്ഛൻ തിരിച്ചറിയുന്നില്ല. അച്ഛന്റെ രക്തബന്ധം അച്ഛന് വലുതായതുകൊണ്ടാണ് ചെറിയച്ഛനെ അച്ഛൻ കുറ്റപ്പെടുത്താത്തത്. അച്ഛന്റെ അനിയൻ അച്ഛന് പ്രിയപ്പെട്ടവനാണ്. അതുപോലെ എന്റെ അനിയൻ എനിക്കും പ്രിയപ്പെട്ടവനാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഏറ്റവും കൂടിയ വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കും. അച്ഛൻ നോയിക്കോ. രാധികയും വരുണിനെയും കുറ്റവിമുക്തരാക്കി അച്ഛന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. നിന്റെ മോളുടെ ദേഹത്ത് കൈവച്ചവനെ വെട്ടിയതിനല്ലേ നീ ഇതിനകത്ത് വന്ന് കിടക്കുന്നേ? ഭർത്താവ് പോലും ഇല്ലാതെ ജീവിക്കുന്ന എന്റെ പറമ്പ് വേറൊരുത്തം വന്ന് കയ്യേറ്റം ചെയ്യാൻ നോക്കി. അതാ എന്റെ പേരിലുള്ള കുറ്റം. പക്ഷെ ദേ ഒരുത്തി ഇരിക്കുന്നുണ്ടോ? നിസ്സാര പണിയും ചെയ്തിട്ടല്ല വന്നത്, അനിയത്തിയാ കൊന്നത്. ഇവക്കൊക്കെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതിന്റെ പ്രശ്നം. അനിയത്തിയുടെ ഭർത്താവിനെ സ്വന്താക്കാൻ നോക്കിട്ടല്ലേ ആ അനിയത്തിയെ തന്നെ കൊല്ലുക. ഇവളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കിടക്കുന്നതേ നമുക്ക് നാണക്കേടാ. അനുജത്തിയുടെ ഭർത്താവിനെ നിനക്ക് ഒരുമിച്ചല്ലേ റിമാൻഡ് വിധിച്ചത്? ജഡ്ജിയോടൊന്ന് ചോദിച്ചു നോക്കായിരുന്നില്ലേ ഒരേ റൂം തരാൻ? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നതാ? ടൂർ വന്നതാണോ? ഞാൻ പറയുന്ന സത്യ. എനിക്കൊരിക്കലും എന്നെ അനിയത്തെ കൊല്ലാൻ കഴിയില്ല. അവളെനിക്ക് അത്ര ഇഷ്ടായിരുന്നു. അവളെ മാത്രമല്ലല്ലോ, അവളുടെ കെട്ടിയോനെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറ്റപ്പെടുത്തി സംസാരിക്കാൻ എല്ലാവർക്കും എളുപ്പം. എന്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്റെ വിധി ഇങ്ങനെയായിപ്പോയി, അത്രേ ഉള്ളൂ. ഓ, ഇനി ഇവളുടെ മോങ്ങലൂടി സഹിക്കണമല്ലോ. നിന്നെ പോലുള്ളവർ വശീകരിക്കാൻ മാത്രമല്ല, കരഞ്ഞ് കാല് പിടിക്കാനും മിടിക്കുക. നാണം ഉണ്ടോടി നിനക്ക്? അനിയത്തിയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലതേ രാത്രിയാവുമ്പോഴേ ഏതെങ്കിലും തെരുവിലേക്ക് ഇറങ്ങി നിന്നാ പോരെ. ഒന്ന് നിർത്തോ നിങ്ങള്. ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും.
കൂടി എന്നെ ചതിച്ചതാ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇരുന്ന് മോങ്ങുന്ന കണ്ടില്ലേ? ഇവളാള് ശരിയൊന്നും അല്ല. ആ അതെ. ഇവക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണം. ഉം. നീ പറ. അണ്ണോ, ഈ അനിയത്തിയും ചേച്ചിയും ഒന്നിച്ചു വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ? കാശുള്ളവന്മാർക്ക് എന്തും ആവാലോ. നമ്മൾ ചെയ്യുമ്പോഴാ കുഴപ്പം. അണ്ണാ, കൊന്നത് കുറച്ച് കടുപ്പായിപ്പോയി. നിങ്ങൾ എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? സംശയം ഉണ്ടെങ്കിലേ ഇവനോട് ചോദിക്ക. അതെങ്ങനെയാടാ അതിന്റെ ഒരു സൂത്രം? ഭാര്യയും ഭാര്യയുടെ ചേച്ചിയെയും സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് താമസിപ്പിക്കുന്നത്? അല്ല, നിന്റെ തന്തയും തള്ളയൊക്കെ അതൊക്കെ അങ്ങ് സമ്മതിച്ചു തരുമായിരുന്നോ? എന്താടാ നിന്റെ വായിൽ നാക്കില്ലേ? ഇതിന്റെ അകത്ത് കയറിയാലേ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ചോദ്യം ചോദിച്ചാ ഉത്തരം പറയണം, ഇല്ലെങ്കിലേ ഞങ്ങൾ പറയിപ്പിക്കും. അണ്ണാ, ഇവൻ കുറച്ച് കൂടിയ ഇനമാണല്ലോ. കൊലപാതകമൊക്കെ ചെയ്തുകൊണ്ട് ധൈര്യം വെച്ചതാവും. എന്ത് ധൈര്യം? പേടിച്ചൊതുങ്ങിയിരിക്കുന്നതാവും. അണ്ണാ, ഒന്ന് നോക്കിയാണ് ആ ഇരിക്കുന്നിടം നനഞ്ഞിട്ടുണ്ടോ എന്ന്. എന്താടാ മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലടാ?